നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വെടിനിർത്തലിനിടെ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ ആക്രമണം. വ്യോമാക്രമണം നടത്തിയത് ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിൽ. ആക്രമണം ഹിസ്ബുള്ളയ്ക്കുള്ള തിരിച്ചടിയെന്ന് നെതന്യാഹു. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വ്യാപക നാശനഷ്ടം. ഇടുക്കിയിൽ രാത്രിയാത്രാ നിരോധനം. നിയന്ത്രണം മലയോര മേഖലയിൽ വൈകിട്ട് 7 മുതൽ രാവിലെ 6 വരെ. സംസ്ഥാനത്ത് ഷിഗല്ല രോഗം പടരുന്നു. കർശന ജാഗ്രതാ നിർദ്ദേശം. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പ്രിയതാരം മടങ്ങി. സലീം കുമാറിന് ആദരാഞ്ജലി അർപ്പിച്ച് സാംസ്കാരിക കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകി ജന്മനാട്. അനുശോചിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ള പ്രമുഖർ. പിന്നെയുള്ളൊരു അറിയാതൊരു ആകർഷണം ഉണ്ടാകും. അഹന്തയുള്ള മുഴുവൻ മാറി നിൽക്കാനാണ് പലരും ശ്രമിക്കുന്നത്. സ്നേഹം നഷ്ടമായാൽ ജീവിതം തന്നെ നഷ്ടമാകുമെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. അറിവിനും കഴിവിനും ഉപരി സാഹചര്യങ്ങളെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യണമെന്നും നഷ്ടങ്ങളെ ഓർത്ത് വിലപിക്കുന്നവർ ലാഭത്തെ മറക്കുന്നുവെന്നും അമ്മ. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന മഹോത്സവം 2ാം ദിവസവും തുടരുന്നു. അമ്മയുടെ ദർശന പുണ്യം തേടി ഭക്തജന പ്രവാഹം. മാസപ്പടി കേസിൽ വീണ വിജയനെതിരെ കൂടുതൽ തെളിവുകൾ തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. SFIO കസ്റ്റഡിയിലെടുത്ത രേഖകൾക്കായി എറണാകുളം PMLA കോടതിയിൽ ഹർജി. ആവശ്യപ്പെട്ടത് വീണയും CMRLും ഉണ്ടാക്കിയ കരാർ ഉൾപ്പെടെ 134 രേഖകൾ. വിശദമായ വാർത്തകൾ നോക്കാം. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വൻ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ പ്രധാന കമാൻഡ് ആസ്ഥാനമാണ് ലക്ഷ്യമിട്ടതെന്നും അത് വിജയകരമായി തകർത്തതായും ഇസ്രായേൽ സൈന്യവും ഔദ്യോഗിക വൃത്തങ്ങളും സ്ഥിരീകരിച്ചു. ഹിസ്ബുള്ളയുടെ തന്ത്രപ്രധാനമായ ഭൂഗർഭ കമാൻഡ് സെന്റർ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് വിവരം. ജനവാസ മേഖലയിലെ കെട്ടിടങ്ങൾക്ക് താഴെയാണ് ഈ ആസ്ഥാനം പ്രവർത്തിച്ചിരുന്നതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പ്രസ്താവനയിൽ വ്യക്തമാക്കി. തുടർച്ചയായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മേഖലയിലെ ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ഇസ്രായേൽ സൈന്യം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെയും ആളപായത്തിന്റെയും കൃത്യമായ വിവരങ്ങൾ ലെബനൻ ആരോഗ്യ മന്ത്രാലയം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. മേഖലയിൽ ഇപ്പോഴും കടുത്ത യുദ്ധസമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കുവൈറ്റിൽ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ശാന്തത പാലിക്കാനും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ കർശനമായി പിന്തുടരാനും അഭ്യർത്ഥിച്ച ആഭ്യന്തര മന്ത്രാലയം. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ ഫീൽഡ് വിഭാഗങ്ങളും 24 മണിക്കൂറും സജ്ജമാണെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ കേണൽ ഒത്മാൻ മുഹമ്മദ് അൽ ഗരീബ് അറിയിച്ചു. സുരക്ഷാ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോ വീഡിയോകളോ പകർത്തുകയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയോ ചെയ്യരുതെന്നും സംശയാസ്പദമായ വസ്തുക്കൾ കണ്ടാൽ സമീപിക്കാതെ ഉടൻ 112 എന്ന നമ്പറിൽ വിവരം അറിയിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. സമീപകാലത്ത് വിവിധ പ്രദേശങ്ങളിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞ ഭീഷണികളുടെ ഭാഗങ്ങളാണെന്നും ബന്ധപ്പെട്ട അധികൃതർ എല്ലാ റിപ്പോർട്ടുകളും അടിയന്തരമായി പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുവൈറ്റിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുകയും വിഭാഗീയത വളർത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ സ്വദേശിനിക്ക് 3 വർഷം കഠിന തടവ്. കുവൈറ്റ് സ്റ്റേറ്റ് സെക്യൂരിറ്റി സർക്യൂട്ട് ഓഫ് അപ്പീൽ കോടതിയാണ് ശിക്ഷ വിധിച്ചതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കുവൈറ്റുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷ കാലയളവിൽ രാജ്യത്ത് വിഭാഗീയ വിഭജനം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലും ശത്രുതാപരമായ നിലപാടുള്ള മറ്റൊരു രാജ്യത്തോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന തരത്തിലുമുള്ള ഉള്ളടക്കങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിനാണ് യുവതി കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയത്. മറ്റു വാർത്തകൾ നോക്കാം. അതിതീവ്ര മഴയെ തുടർന്ന് ഇടുക്കിയിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ജില്ലയിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. നാളെ വടക്കൻ കേരളത്തിലെ 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അതിശക്തമായ മഴ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇടുക്കിയിൽ രാത്രിയാത്ര നിരോധിച്ചത്. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് യാത്രാ നിരോധനം. തൊടുപുഴ പുളിയന്മല കമ്പനിപ്പടിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം വീണെങ്കിലും ആർക്കും പരിക്കില്ല. പത്തനംതിട്ടയിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണു. തണ്ണിത്തോട് സെന്റ് ബെനഡിക്ട് സ്കൂളിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. അതിതീവ്ര മഴ മുന്നറിയിപ്പിനെ തുടർന്ന് വയനാട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനത്തിനും വിനോദസഞ്ചാരത്തിനും ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ക്വാറികൾക്ക് പുറമെ ദുരന്ത സാധ്യത നേരിടുന്ന ദുർബല പ്രദേശങ്ങളിലെ ഹോം സ്റ്റേ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും
അഡ്വഞ്ചർ ടൂറിസം സെന്ററുകൾക്കും ട്രക്കിങ്ങുകൾക്കും ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണമാണ് പിൻവലിച്ചത്. അതേസമയം യന്ത്രസഹായത്തോടെയുള്ള മണ്ണ് നീക്കത്തിനുള്ള നിയന്ത്രണം തുടരും. മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഷിഗല്ല രോഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കർശന ജാഗ്രതാ നിർദ്ദേശം. 3 കുട്ടികൾ ഉൾപ്പെടെ 26 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ആലപ്പുഴയിലും ആറന്മുളയിലുമായി 23 പേർക്കും കോഴിക്കോട് 3 കുട്ടികൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും തട്ടുകടകളിലും ഉൾപ്പെടെ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ഷിഗല്ല കേസുകൾ വർദ്ധിച്ചു വരുന്നതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി. 3 കുട്ടികൾ ഉൾപ്പെടെ 126 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഒരാഴ്ച മുമ്പുള്ള കണക്കുകൾ പ്രകാരം ആലപ്പുഴ ആറന്മുള ഭാഗങ്ങളിൽ 123 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 3 കുട്ടികൾക്കും രോഗബാധയുണ്ടായി. ഇതിൽ 1 കുട്ടി മരണപ്പെട്ടു. മറ്റ് 2 കുട്ടികൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയതായി മന്ത്രി അറിയിച്ചു. കർശന ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആലപ്പുഴ ആറന്മുള ഭാഗത്തൊക്കെ 123 പേർക്ക് രോഗം വന്നതായിട്ടാണ് റിപ്പോർട്ട്. കോഴിക്കോട് 3 കുട്ടികളെയാണ് ഈ രോഗം വന്ന് അവിടെ അഡ്മിറ്റായത്. അതിൽ 2 പേര് ഡിസ്ചാർജ് ചെയ്തു. ഈ 1 കുട്ടി മരിച്ചു. അതേസമയം വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ബാക്ടീരിയ പടർത്തുന്ന ഷിഗല്ല രോഗം പിടിപെടുന്നത്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, തട്ടുകടകൾ കേന്ദ്രീകരിച്ച ശുചിത്വം നിർബന്ധമാക്കാനും പരിശോധന കർശനമാക്കാനും നിർദ്ദേശം നൽകി. ഹോട്ടലുകളിലുള്ള ഭക്ഷണം ഇപ്പോൾ ഫുഡ് സേഫ്റ്റിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഹോട്ടലുകളിൽ പരിശോധന കർശനമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ചില ഹോട്ടലുകളിൽ വെള്ളം കൊടുക്കുന്നത് സാധാരണ നിയമം അനുസരിച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കണമെന്നാണ് നിയമം. എബോള രോഗത്തിനും സംസ്ഥാനത്ത് ജാഗ്രതയുണ്ട്. ഉഗാണ്ടയിൽ നിന്ന് വരുന്നവരെ വിമാനത്താവളങ്ങളിൽ പ്രത്യേകമായി നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ട് സലീം കുമാറിന് മലയാളത്തിന്റെ യാത്രാമൊഴി. സംസ്കാര ചടങ്ങുകൾ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. മുഖ്യമന്ത്രി വി ഡി സതീശനും രാഷ്ട്രീയ ചലച്ചിത്ര മേഖലകളിലെ ഒട്ടേറെ പ്രമുഖരും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. ടൗൺ ഹാളിലേതിന് സമാനമായ വൻ ജനത്തിരക്കാണ് സലീം കുമാറിന്റെ പറവൂരിലെ വീട്ടിലും അനുഭവപ്പെട്ടത്. 2:30 ഭൗതികദേഹം വീട്ടിലെത്തിച്ചു. വൈകുന്നേരം 3:30 സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾ നൽകി യാത്രയയപ്പ്. മരിക്കുമ്പോൾ മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കി സംസ്കരിക്കണമെന്ന് സലീം കുമാർ മുൻപ് കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നു. വീട്ടുവളപ്പിൽ സംസ്കരിക്കണമെന്ന ആഗ്രഹവും കുടുംബാംഗങ്ങളോട് പങ്കുവച്ചിരുന്നു. ഇതനുസരിച്ചാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചത്. മകൻ ചന്തു ചിതയ്ക്ക് തീ കൊളുത്തി. മുഖ്യമന്ത്രി വി ഡി സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മന്ത്രി PC വിഷ്ണുനാഥ്, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, MLA-മാരായ അൻവർ സാദത്ത്, രമേശ് പിഷാരടി എന്നിവരും സിനിമാ സാംസ്കാരിക മേഖലകളിൽ നിന്നും ഒട്ടേറെ പ്രമുഖരും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. മലയാള സിനിമയിലെ അതുല്യ നടനും ദേശീയ പുരസ്കാര ജേതാവുമായ സലീം കുമാറിന് സാംസ്കാരിക കേരളത്തിന്റെ പ്രണാമം. കൊച്ചിയിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലിരിക്കെ അന്തരിച്ച സലീം കുമാറിന്റെ ഭൗതിക ശരീരം രാവിലെ 8 മണിയോടെ ആശുപത്രിയിൽ നിന്നും സ്വദേശമായ വടക്കൻ പറവൂരിലേക്ക് കൊണ്ടുവന്നു. ഉറച്ച രാഷ്ട്രീയ ബോധ്യമുള്ള മലയാളികളെ എന്നും സന്തോഷിപ്പിക്കുന്ന മുഖമായ സലീം കുമാർ തന്റെ കൂടപ്പിറപ്പായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സലീം കുമാറിന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അനുശോചനം രേഖപ്പെടുത്തി. കൊച്ചി അമൃത ആശുപത്രിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാവിലെ എത്തി സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. ദുഃഖം മാത്രം പകർന്നു നൽകിക്കൊണ്ടാണ് വേർപാടുകൾ നിർവഹിക്കപ്പെടുന്നത്. അങ്ങനെ വേർപെട്ടു പോകുന്നവർ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ആ വേദനയുടെ ആഘാതമെന്ന് പറയുന്നത് വളരെ കൂടുതലായി. മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, റോജി M. ജോൺ, VE അബ്ദുൾ ഗഫൂർ എന്നിവരും MP-മാർ, MLA-മാർ അടക്കമുള്ള ജനപ്രതിനിധികളുമെത്തി 12 മണിയോടെ മുഖ്യമന്ത്രി വി ഡി സതീശനും ടൗൺ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. താൻ മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളിലും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് സലീം കുമാറാണ്. അത് അവകാശമാണെന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിയിരുന്നുവെന്നും വി ഡി സതീശൻ അനുസ്മരിച്ചു. എനിക്ക് വ്യക്തിപരമായ നഷ്ടമെന്ന് പറയുന്നത് എനിക്കൊരു സഹോദര തുല്യനായ ഒരാളെയാണ് അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശ്രീ സലീം കുമാർ. അവസാനമാകുമ്പോൾ പറയും എൻ്റെ അവകാശമാണെന്ന് പറയും. ഞാൻ വേറെ ആരെയും വിളിക്കില്ല, സലീമിനെ മാത്രമേ വിളിക്കുകയുള്ളൂ എന്ന് പറയും.
അത്രമാത്രം നല്ല ഉറച്ച രാഷ്ട്രീയ ബോധ്യം, ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തൻ്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എൻ്റെ സ്നേഹിതനെന്ന് എനിക്ക് അഭിമാനമുണ്ട്. സിനിമാ മേഖലയിൽ നിന്നും ജയറാം, സൗബിൻ, ജയസൂര്യ, ഹരിശ്രീ അശോകൻ, സിദ്ദിഖ്, രഞ്ജി പണിക്കർ, ജോണി ആന്റണി, നവ്യ നായർ തുടങ്ങി നിരവധി പ്രമുഖ താരങ്ങളും മിമിക്രി വേദിയിലെ സുഹൃത്തുക്കളായ നാദിർഷ, KS പ്രസാദ് അടക്കം നിരവധി കലാകാരന്മാരും സാംസ്കാരിക മേഖലയിലുള്ള പ്രമുഖരും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. ഒരു നടനപ്പുറം മലയാളികളുടെ ദൈനംദിന സംഭാഷണങ്ങളുടെ ഭാഗമായിരുന്ന സലീം കുമാറിനെ അവസാനമായി കാണാൻ ആയിരക്കണക്കിന് സാധാരണക്കാരാണ് പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ച് പറവൂരിൽ എത്തിയത്. അമൃത ന്യൂസ്, കൊച്ചി. ജനപ്രിയ കലാകാരൻ സലീം കുമാറിന്റെ വിയോഗത്തിൽ OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി ജിദ്ദ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തി. ഒരു കലാകാരൻ എന്ന നിലയിൽ തന്റെ കഴിവുകൾ കേരളത്തിലെ കലാസമൂഹത്തിന് സമർപ്പിക്കുമ്പോൾ തന്നെ ഉന്നതമായ രാഷ്ട്രീയ ബോധം പുലർത്തിപ്പോന്ന വ്യക്തി കൂടിയായിരുന്നു സലീം കുമാർ എന്ന് അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു. മറ്റു വാർത്തകൾ നോക്കാം. രാജ്യത്ത് പാചകവാതക വിലയിൽ വീണ്ടും വർധനവ്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 29 രൂപ കൂട്ടി. പുതിയ നിരക്ക് പ്രകാരം 14.2 കിലോയുള്ള ഗ്യാസ് സിലിണ്ടറിന് ഡൽഹിയിൽ 942 രൂപയും കേരളത്തിൽ 951 രൂപയുമായി. ഹോർമുസ് കടലിടുക്ക് പ്രതിസന്ധിയാണ് വില വർധനവിന് കാരണം. രാജ്യത്ത് ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വിലയാണ് വർദ്ധിപ്പിച്ചത്. 14.2 കിലോയുള്ള ഗ്യാസ് സിലിണ്ടറിന് 29 രൂപ കൂട്ടി. വില വർധനവ് ഇന്നു മുതൽ പ്രാബല്യത്തിലായതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇതോടെ ഡൽഹിയിൽ ഗാർഹിക LPGയുടെ വില 942 രൂപയായി. കേരളത്തിൽ വില 951 രൂപയാണ്. ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ലഭിക്കുന്ന സിലിണ്ടറുകളുടെ വില സബ്സിഡി കഴിഞ്ഞ് 642 രൂപ മാത്രമാണ്. 3 മാസത്തിനിടെ രണ്ടാം തവണയാണ് ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 60 രൂപ കൂട്ടിയിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധവും ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധിയുമാണ് LPG ഇന്ധനവില വർധനവുകൾക്ക് കാരണം. എങ്കിലും വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലാണ് പാചകവാതകത്തിന് വില കുറവുള്ളത്. അമേരിക്കയിൽ സിലിണ്ടറിന് 1755 രൂപയും ഓസ്ട്രേലിയയിൽ 1765 രൂപയുമാണ് വില. അയൽ രാജ്യങ്ങളായ നേപ്പാളിൽ 1207 രൂപയും ബംഗ്ലാദേശിൽ 1225 രൂപയുമാണ് ഗാർഹിക സിലിണ്ടറിന് നൽകേണ്ടത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. CMRL എക്സാലോജി കേസിൽ വീണ വിജയനെതിരെ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണയ്ക്കെതിരെ തെളിവ് തേടി ED എറണാകുളം PMLA കോടതിയെ സമീപിച്ചു. SFIO കസ്റ്റഡിയിലെടുത്ത രേഖകൾക്കായാണ് കോടതിയെ സമീപിച്ചത്. 134 രേഖകളും കരാറിന്റെ രേഖകളും വേണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെടും. CMRL എക്സാലോജി കേസിൽ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിർണായക നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. CMRL എക്സാലോജിക് ഇടപാടുകളിലെ കരാറുകൾ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ തേടി എറണാകുളം PMLA കോടതിയെ ED സമീപിച്ചു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിലെ വിവരങ്ങളും പിടിച്ചെടുത്ത രേഖകളും കൈമാറണമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം. 54 ഭാഗങ്ങളായുള്ള 134 രേഖകൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ED സമർപ്പിച്ചു. വീണയും CMRLും തമ്മിലുണ്ടാക്കിയ 2016ലെയും എക്സാലോജിക്കും CMRLും തമ്മിലുണ്ടാക്കിയ 2017ലെയും കരാറുകൾ എന്നിവയുടെ പൂർണ്ണ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. എക്സാലോജി കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, വീണയുടെ IT റിട്ടേൺസ് വിശദാംശങ്ങൾ എന്നിവയും അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ലോൺ വിശദാംശങ്ങളും വീണയുടെ ലോൺ തിരിച്ചടവിന്റെ വിശദാംശങ്ങളും ED ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നുണ്ട്. വീണ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നതിന്റെ ആദ്യ ഭാഗമെന്ന നിലയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ നീക്കം. പഴുതടച്ച നീക്കങ്ങളായിരിക്കും EDയുടെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാവുക. നിയമത്തെക്കാൾ അപ്പുറത്തേക്ക് രാഷ്ട്രീയമായി CPM കേസിനെയും ED നീക്കങ്ങളെയും നേരിടാൻ തീരുമാനിച്ചതോടെയാണ് അന്വേഷണ സംഘം ശക്തമായ തെളിവുകൾ ശേഖരിക്കാൻ നടപടികൾ വേഗത്തിലാക്കിയത്. തെളിവുകൾ പൂർണ്ണമായും ലഭിച്ച ശേഷം മുന്നോട്ടു പോകാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ അന്വേഷണ സംഘത്തിന് ED ഡയറക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. കോടതിയിൽ നിന്നുൾപ്പെടെ ചോദ്യങ്ങൾ ഉയരാത്ത തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ED ഉദ്യോഗസ്ഥർ. ഏതായാലും EDയുടെ ഈ നീക്കം വീണ വിജയനെയും CMRL കമ്പനിയെയും സംബന്ധിച്ച് നിർണായകമാണ്. അമൃത ന്യൂസ്, കൊച്ചി. ബന്ധുനിയമന വിവാദത്തിൽ രാജി. മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ബെന്നി തോമസ് ആണ് രാജിവെച്ചത്. സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവാണ് ബെന്നി തോമസ്. രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി. കള്ളപ്പണം വെളുപ്പിക്കലും ഭീകരവാദത്തിന് ധനസഹായം നൽകുന്നതും തടയുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി 2025 UAEയിൽ 423 കോടി ദിർഹം കണ്ടുകെട്ടുകയും സാമ്പത്തിക തട്ടിപ്പുകൾക്കിരയായവർക്ക് 75 കോടി ദിർഹം തിരികെ നൽകാനും കഴിഞ്ഞതായി UAE സെൻട്രൽ ബാങ്ക് ഗവർണർ ഖാലിദ് മുഹമ്മദ് ബലാമ അറിയിച്ചു. പുതിയ ഫെഡറൽ നിയമപരിഷ്കാരങ്ങളുടെ പിന്തുണയോടെയാണ് ഈ നേട്ടമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാമ്പത്തിക സ്ഥാപനങ്ങളിലും വെർച്വൽ അസറ്റ് സേവന കേന്ദ്രങ്ങളിലുമായി നടത്തിയ 781 പരിശോധനകളിൽ 38.4 കോടി ദിർഹം പിഴ ചുമത്തി. മറ്റ്
മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്ന് 16.03 കോടി ദിർഹം പിഴയും ഈടാക്കി. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ വിദേശ രാജ്യങ്ങളുമായുള്ള സഹകരണം UAE കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പ്രതികളെ കൈമാറാനുള്ള അപേക്ഷകളിൽ 25.3% വർധനവ് രേഖപ്പെടുത്തി. ഭീകരവാദത്തിന് ധനസഹായം നൽകുന്നത് തടയാനുള്ള നിരീക്ഷണം ശക്തമാക്കിയതോടെ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ 62% വർധനയുണ്ടായതായും അധികൃതർ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജിദ്ദ മാനേജ്മെന്റ് കമ്മിറ്റിയുമായും പ്രിൻസിപ്പലുമായും ഇന്ത്യൻ സ്കൂൾ പാരന്റ്സ് ഫോറം പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തി. സ്കൂളിലെ വിവിധ വിഷയങ്ങളിൽ രക്ഷിതാക്കൾക്കുള്ള ആശങ്കകൾ ഫോറം ഭാരവാഹികൾ അധികൃതരെ ധരിപ്പിച്ചു. ഹിന്ദി ഉൾപ്പെടെയുള്ള ചില വിഷയങ്ങളിൽ കൃത്യമായ അധ്യാപകരില്ലാത്ത സാഹചര്യം, സ്കൂൾ ബസ്സുകളിലെ എയർ കണ്ടീഷണറുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വൈകിയുള്ള ഫീസും റീ അഡ്മിഷൻ ഫീസും ഒഴിവാക്കി ചില ഇളവുകൾ നൽകുക തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടതോടൊപ്പം സ്കൂളിലെ നിലവിലെ പ്രവേശന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പുതിയ നിർദ്ദേശവും ഇസ്പാഫ് മുന്നോട്ട് വെച്ചു. ഇസ്പാഫ് പ്രസിഡന്റ് എഞ്ചിനീയർ മുഹമ്മദ് ബൈജു, ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവരും സ്കൂളിനെ പ്രതിനിധീകരിച്ച് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഇമ്രാൻ, മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. കേലി കലാ സാംസ്കാരിക വേദി റൗദ ഏരിയ കമ്മിറ്റി നിർമ്മിത ബുദ്ധിയുടെ യുഗം ആശങ്കയ്ക്കും ആശയ്ക്കും എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു. നൌഫൽ പൂവക്കുറിശി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിർമ്മിത ബുദ്ധിയുടെ വളർച്ച മനുഷ്യജീവിതത്തിന് പുതിയ സാധ്യതകൾ തുറക്കുമ്പോഴും തൊഴിൽ നഷ്ടം, സ്വകാര്യതാ ലംഘനം, വ്യാജ വിവരങ്ങളുടെ വ്യാപനം തുടങ്ങിയ ഗുരുതര വെല്ലുവിളികളും സൃഷ്ടിക്കുന്നുണ്ടെന്ന് നൌഫൽ അഭിപ്രായപ്പെട്ടു. ജോമോൻ സ്റ്റീഫൻ മോഡറേറ്ററായിരുന്നു. പരിപാടിയിൽ ഷാജി KK സ്വാഗതവും മുഹമ്മദ് ഷഫീഖ് നന്ദിയും പറഞ്ഞു. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികൾ, ഡ്രൈവർമാർ എന്നിവരുടെ വിസ നടപടികൾക്കായി പുതിയ ഡിജിറ്റൽ സേവനം ആരംഭിച്ചു. ഇത്തരക്കാരെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം പരിഷ്കരിച്ചു. കുടുംബ പശ്ചാത്തലവും വ്യക്തിഗത സാഹചര്യങ്ങളും കണക്കിലെടുത്ത് ഒരാൾക്ക് സ്പോൺസർ ചെയ്യാവുന്ന പരമാവധി തൊഴിലാളികളുടെ എണ്ണത്തിന് പരിധിയും നിശ്ചയിച്ചു. കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ, ആഭ്യന്തര മന്ത്രാലയത്തിന്റെ IT വിഭാഗം എന്നിവയുമായി സഹകരിച്ചാണ് പുതിയ ഓൺലൈൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. സർക്കാർ സേവനങ്ങൾക്കായുള്ള ഏകീകൃത ആപ്പായ സഹൽ വഴി സ്വദേശികൾക്കും വിദേശികൾക്കും ഇനി മുതൽ ഗാർഹിക തൊഴിലാളികളുടെയും ഡ്രൈവർമാരുടെയും വിസയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലായി കൈകാര്യം ചെയ്യാം. ഇതോടെ സേവന കേന്ദ്രങ്ങൾ നേരിട്ട് സന്ദർശിക്കാതെ തന്നെ ഉപഭോക്താക്കൾക്ക് അപേക്ഷകൾ വേഗത്തിൽ സമർപ്പിക്കാൻ സാധിക്കും. ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകരുടെ യാത്രാ നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ട് സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ് ഇലക്ട്രോണിക് ഗേറ്റുകൾ സജീവമാക്കി. രാജ്യത്തെ വിവിധ കര, വ്യോമ, കടൽ കവാടങ്ങളിലാണ് ഏറ്റവും നൂതനമായ ഈ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. പുതിയ ഈ ഗേറ്റുകൾ സജീവമാക്കിയതോടെ തീർത്ഥാടകർക്ക് തങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങൾ കൃത്യതയോടെ സ്വയം ഒത്തുനോക്കി യാത്രാ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ലോക സൈക്കിൾ ദിനത്തോടനുബന്ധിച്ച് ഷാർജയിലെ അൽജദ മേഖലയിൽ വിപുലമായ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 1400 പേർ പരിപാടിയിൽ പങ്കെടുത്തു. 20 കിലോമീറ്റർ ദൈർഘ്യമുള്ള പ്രത്യേക ട്രാക്കിലൂടെയാണ് റാലി നടന്നത്. ഷാർജ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആവേശത്തോടെ സൈക്കിൾ റാലിയിൽ പങ്കെടുത്തു. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക, കായിക സംസ്കാരം വളർത്തുക, ശാരീരിക ക്ഷമതയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സമൂഹത്തിൽ കായിക സംസ്കാരം വളർത്തുന്നതിനും ആരോഗ്യ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനും ഇത്തരം പരിപാടികൾ സഹായകരമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി ജിദ്ദയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണ സന്ദേശം ഉയർത്തിപ്പിടിച്ച് ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. UM ഹുസൈൻ മലപ്പുറം അധ്യക്ഷത വഹിച്ചു. യാസർ നൈഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക, ഭൂമിയെ രക്ഷിക്കുക എന്ന ലോക പരിസ്ഥിതി ദിന സന്ദേശം പരിപാടിയിൽ പങ്കുവച്ചു. ചടങ്ങിൽ കമാൽ കളപ്പാടൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഫൈസൽ മക്കരപ്പറമ്പ്, മുജീബ് കാളികാവ് എന്നിവർ നേതൃത്വം നൽകി. ജമ്മു കാശ്മീരിൽ ജൂൺ 22 മുതൽ 27 വരെ നടക്കുന്ന ദേശീയ വടംവലി മത്സരത്തിൽ കുവൈറ്റ് NRI ടീം പങ്കെടുക്കും. ടീമിന്റെ തിരഞ്ഞെടുപ്പ് അബ്ബാസിലെ ഭവൻസ് ടഗ് ഓഫ് വാർ ക്ലബ്ബിൽ ആരംഭിച്ചു. ഭവൻസ് സ്കൂൾ പ്രിൻസിപ്പൽ ആനന്ദ് വിക്ടർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അണ്ടർ 13, 15, 17, 19 എന്നീ വിഭാഗങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ടീമിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. കുവൈറ്റ് NRI ടഗ് ഓഫ് വാർ അസോസിയേഷൻ പ്രസിഡന്റ് ബാബുജി ബത്തേരിയുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിയും കോച്ചിംഗ് ക്യാമ്പിന്റെ മുഖ്യ ചുമതലക്കാരനായ ഡോക്ടർ മുരുകയ്യനും ചേർന്നുള്ള വിദഗ്ധ സമിതിയാണ് ടീമിനെ തിരഞ്ഞെടുക്കുന്നത്. ദേശീയ മത്സരത്തിൽ മികച്ച പ്രകടനം പുലർത്തുന്നവർക്ക് സെപ്റ്റംബറിൽ സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന ലോക വടംവലി മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. കുവൈറ്റ് NRI വടംവലി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി DK ദിലീപ്, ജോയിന്റ് സെക്രട്ടറി ജിനു K എബ്രഹാം, സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഹർവിന്ദർ സിംഗ്, ഏഷ്യൻ ടഗ് ഓഫ് വാർ ഫെഡറേഷൻ ചീഫ് എഡിറ്റർ ഉഷ ദിലീപ്, വിവിധ ടഗ് ഓഫ് വാർ ക്ലബ്ബുകളുടെ കായിക താരങ്ങൾ, പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊച്ചി ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം തുടരുന്നു. സ്നേഹം നഷ്ടമായാൽ ജീവിതം തന്നെ നഷ്ടമാകുമെന്ന് അമ്മ പറഞ്ഞു. അറിവിനും കഴിവിനും ഉപരി സാഹചര്യങ്ങളെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യണമെന്നും അമ്മ വ്യക്തമാക്കി. അമ്മയുടെ ദർശനം തുടരുകയാണ്. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന മഹോത്സവത്തിലേക്ക് എത്തിയത് പതിനായിരങ്ങളാണ്. മക്കളെ കാണാൻ രാവിലെ 11 മണിയോടെ അമ്മ വേദിയിലേക്കെത്തി. കൊച്ചി മേയർ VK മിനിമോൾ, MLA മാരായ TJ വിനോദ്, ദീപക് ജോയ് എന്നിവരും അമ്മയെ സ്വീകരിക്കാനെത്തി. കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റ, മുൻ ജസ്റ്റിസുമാരായ CN രാമചന്ദ്രൻ നായർ, PR രാമൻ, കണ്ണൂർ സർവകലാശാല VC ഡോക്ടർ KK സാജു, നടി അമല പോൾ, സംവിധായകൻ ജയരാജ് എന്നിവരും അമ്മയെ സ്വീകരിച്ചു. തുടർന്ന് മക്കളോട് സംസാരിച്ച അമ്മ സ്നേഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പുതിയ കാലത്തെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തി. നഷ്ടങ്ങളെക്കുറിച്ചോർത്ത് വിലപിക്കുന്നവർ ലാഭത്തെ മറക്കുകയാണ്. സ്നേഹം നഷ്ടമായാൽ ജീവിതം തന്നെ നഷ്ടമാകുമെന്ന് അമ്മ പറഞ്ഞു. നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് മാത്രം അളക്കാൻ സാധിക്കാത്ത നിഗൂഢതയാണ് ജീവിതം. ആ വൻകടൽ നീന്തി കടക്കാനും നമ്മുടെ ഇത്തിരി പോന്ന 2 കൈയും കാലും ചെറിയ ശരീരവും മാത്രം പോരാ. യഥാർത്ഥ ജീവിതം അനന്തമാണ്. അതിനാണ് ശിഷ്യന്മാർ സത്യമെന്ന് വിളിച്ചത്. നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം ഓർത്ത് വിലപിക്കും നമ്മൾ. ഈ ജീവിതം കൊണ്ട് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ലാഭത്തെക്കുറിച്ച് മറക്കുകയാണ്. ബിസിനസ് ചെയ്യണം, പണം ഉണ്ടാക്കണം, അതാണ് ബിസിനസ് നമ്മുടെ ലക്ഷ്യം. ഇത് വേണ്ടാന്നൊരിക്കലും പറഞ്ഞു. ബിസിനസ് നഷ്ടമായ പാപ്പരാകും. ഇത് ബിസിനസ് സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം പാപ്പരത്വം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. പിന്നെ സ്നേഹം നഷ്ടമായാലോ ജീവിതം തന്നെ നഷ്ടമാണ്. കാരണം ജീവിതത്തിൻ്റെ മൂലധനം സ്നേഹമാണ്. ആ സ്നേഹമാണ് ലാഭം കൊയ്തെടുത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവറക്കി നോക്കണം എന്നുള്ളതാണ്. വിനയമാണ് നമ്മുടെ യഥാർത്ഥ ഭാവമെന്നും അഹന്തയ്ക്കും അഹംഭാവത്തിനും ഏറെ നാൾ നിലനിൽക്കാനാകില്ലെന്നും അമ്മ വ്യക്തമാക്കി. വിനയമാണ് നമ്മളിലെ യഥാർത്ഥ സ്വഭാവം. അഹന്ത കൃത്രിമമാണ്. വിനയമുള്ളൊരു അറിയാതൊരു ആകർഷണം ഉണ്ടാകും. അഹന്തയുള്ളവർ മുഴുവൻ മാറി നിൽക്കാനാണ് പലരും ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാവമാണ് നമ്മളിപ്പോൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക, ചിന്തിക്കുക. നമ്മളിലെ വാക്ക് ചിന്ത വന്ന ഉടനെ തന്നെ വാക്കായി ചീത്ത വിളിക്കും. ചിന്ത വന്ന ഉടനെ അടിയാകും. ഈ ആദ്യത്തെ ചിന്ത നമ്മുടെ കയ്യിലല്ലേ ശരിയാണ്. നമ്മുടെ വാസന കൊണ്ടോ ആഗ്രഹങ്ങൾ കൊണ്ടോ അല്ല മുൻവിധി കൊണ്ടോ ഒക്കെ നമ്മുടെ മനസ്സിനകത്ത് കയറി ഒരാളെ കാണുമ്പോൾ വരാം. ആ ചിന്ത അത് നമ്മുടെ കയ്യിലല്ല. അതിന് പുറത്ത് വീണോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. തുടർന്ന് അമ്മയുടെ നേതൃത്വത്തിൽ ഭജന, ഈശ്വരനും മനസ്സും ഒന്നായ നിമിഷങ്ങൾ. പ്രത്യേക പൂജകളോടെയാണ് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൻ്റെ ഇന്നത്തെ ദിനവും തുടങ്ങിയത്. ദീർഘനാളായുള്ള മക്കളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് അമ്മയുടെ ദർശനം തുടരുകയാണ്. അമൃത ന്യൂസ്, കൊച്ചി. സഞ്ചരിക്കുന്ന ആശ്രമമാണ് അമ്മയുടെ യാത്രയെന്നും അത് ഉത്സവമാണെന്നും മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി. ആഘോഷത്തിനപ്പുറം ആധ്യാത്മിക യാത്രയാണ് അമ്മയുടേതെന്നും അമ്മ എവിടെയാണെങ്കിലും അവിടം അമൃതപുരിയാകുമെന്നും സ്വാമിജി പറഞ്ഞു. ഓം അമൃതേശ്വരിയെ നമഃ. ദീർഘനാളിന് ശേഷമാണ് അമ്മ കേരള യാത്ര നടത്തുന്നത്. യാത്രകളെന്നും ഒരു ആഘോഷമാണ്. കാരണം അമ്മയോടൊപ്പം ഒരു വലിയ സന്നാഹം എന്ന് ഞാൻ പറയുമ്പോൾ ഒരു 15ഓളം ബസ്സുകൾ, അതുപോലെ ഒരു 3-4 ട്രക്കുകൾ, കാറുകൾ, ഏതാണ്ട് ഒരു 600-700 പേരൊക്കെ ആണ് അമ്മയോടൊപ്പം അമ്മ എവിടെ പോയാലും യാത്ര ചെയ്യുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, അമ്മയുടെ ഭാരതയാത്ര, അതായത് അമൃതപുരി തുടങ്ങി കൽക്കട്ട വരെ
ഉള്ള യാത്രകൾ ഇതുപോലെ നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മ വിദേശ രാജ്യങ്ങളിലേക്ക് പോയാലും ഉള്ള യാത്രകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ഇപ്പോൾ അമേരിക്കയ്ക്ക് പോവുകയാണെങ്കിൽ അവിടെ ആദ്യമായി ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിൽ ഇറങ്ങുന്നു, അല്ലെങ്കിൽ സിയാറ്റിലിൽ ഇറങ്ങുന്നു. ഏതെങ്കിലും ഒരു നഗരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ഏതാണ്ട് ഒരു 11-12 സിറ്റികൾ, നഗരങ്ങൾ ഇതുപോലെ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അവിടെയും ഒരു 5-6 വലിയ ബസ്സുകളും ട്രക്കുകളും ഒക്കെ ഉണ്ടാവും. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.